ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ. അത് ബ്രേക്ക്ഫാസ്റ്റിനും അതേപോലെ തന്നെ നൈറ്റും ഒക്കെ കഴിക്കാം കേട്ടോ. ഇത് ഷുഗർ പേഷ്യൻസിനും ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിനും അതേപോലെ തന്നെ വെയിറ്റ് ഒക്കെ നന്നായിട്ട് കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും ഇതൊന്ന് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ചെയ്ത് കഴിച്ചു നോക്കി നോക്കൂ. നല്ല റിസൾട്ട് കിട്ടും. നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മുടെ കുതിരവാലി മില്ലറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു കിച്ചടി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. അപ്പോൾ എന്തൊക്കെ വെജിറ്റബിൾസാണ് ഞാൻ എടുത്തതെന്നുള്ളത് നമുക്ക് വഴിയെ നോക്കാം. എണ്ണ ഒഴിച്ചിട്ട് പകുതി നെയ്യും ഞാൻ പകുതി എണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇത് മുഴുവനായിട്ടും നെയ്യ് എടുക്കുക കേട്ടോ. കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കിതിൽ കടുകും കടലപ്പരിപ്പൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും കാഷ്യൂനട്ടൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ ഒറ്റൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് പൊടിയായിട്ട് അരിഞ്ഞതാണ്. കുഞ്ഞായി അരിഞ്ഞ സവാള, തക്കാളി, പിന്നെ നമ്മുടെ ഫ്രോസൺ ഗ്രീൻ പീസ് ഇല്ലേ, അത് നമ്മൾ ഡ്രൈഡ് ആയിട്ടുള്ള ഗ്രീൻ പീസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു രാത്രി മുഴുവൻ അത് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ട് വേണം കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്കിതിലേക്ക് ബീൻസ്, കുഞ്ഞായിട്ട് അരിഞ്ഞ ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഒന്ന് ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് കുതിരവാലി, കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കുതിരവാലി 1 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം, ഇതാണ് ഇതിൻ്റെ റേഷ്യോ. ചേർത്തതിന് ശേഷം ഒരു 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യൂ. അതിനുശേഷം ഓപ്പൺ ചെയ്ത് നോക്കിയോക്കൂ. നല്ല ഇതുപോലെ കുറച്ച് കുഴഞ്ഞിട്ടുണ്ടാവും, പക്ഷെ നല്ല ടേസ്റ്റാണ്, കഴിക്കാനൊക്കെ അടിപൊളിയാണ്. ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഒരുപാടുള്ളൊരു കിച്ചടി റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഇതിന് തേങ്ങാ ചട്നി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കോമ്പിനേഷനാണ്. കഴിക്കാൻ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും. ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ.